ഹായ് മച്ചാമാരെ ചങ്കത്തികളെ, ഞാൻ അത്ര വലിയ ഫേമസ് ഒന്നും അല്ല കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ എനിക്കൊരു തോന്നൽ വന്നു. അപ്പോൾ വെറുതെ ഒന്ന് നോക്കി പണ്ടങ്ങാടിൻ്റെ ഡയറിയൊക്കെ ഇത് പരിശോധിച്ചപ്പോൾ 13 കൊല്ലം നോക്കുമ്പോൾ ഞാൻ +2 പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കവിത എഴുതിയിരുന്നു. കുറേ കവിത ഉണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് കവിതയാണ് തനിയെ ബി ഹിംസെൽഫ്. അപ്പോൾ തനിയെ ജീവിക്കുന്നവർക്കായിട്ട് അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെ അവസ്ഥകളും ഇതൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു. ആ കവിത കുറച്ചൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് ഒരു AI ടൂളിൻ്റെ സഹായത്തോടെ ഞാൻ ഒരു ആൽബം ഇറക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ആൽബം സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരു മലയാളം സ്ലോ റൊമാൻറ്റിക് മെലഡി ഫീമെയിൽ വോയിസ് അങ്ങനെയാണ് ഞാനത് ഇറക്കണത്. അപ്പോൾ നമ്മൾ പണ്ടെങ്ങാണ്ട് എഴുതിയൊരു കവിത ഒരു ആൽബമായിട്ട് നമ്മളത് റൊമാൻറ്റിക് മോഡിൽ നമ്മൾ കേൾക്കുമ്പോൾ കിട്ടുന്നൊരു വൈബ് വേറെയല്ലേ. എല്ലാവർക്കും അതൊന്ന് സെർച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ആൽബം നിങ്ങൾക്ക് ഇഷ്ടമാണ് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യുക. ഇനി എന്താണ് നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ കമൻ്റായിട്ട് നിങ്ങൾ അയക്കുക. എന്തെന്നെ വന്നാലും ശരി, എനിക്കിത് ഇറക്കിയേ പറ്റുള്ളൂ, വേറൊന്നുമല്ല. താവത്തില്ല, പുഷ്പ പറഞ്ഞ പോലെ വില്ലാൻ. അപ്പോൾ ഓക്കെ. കർത്തവ്യം ദൈവമാന്തികം കൗസല്യാ സുപ്രജാ രാമപൂർവാ സന്ധ്യാ പ്രവർത്തത്തെ. മേഘനായിരുളിന്റെ താരാട്ടിനിടനെഞ്ചിലെവിടെയോ കാത്തിരിപ്പൂ, ഞാനൊരാശയ നൂലിനായി കാത്തിരിപ്പൂ. പക്ഷി തന്നുംബരങ്ങൾ ഇതളത്തു വീണൊരാ നറുമുല്ല മുട്ടുപോ സുഖമാ തേങ്ങലിൻ താളവുമായി. ഏകമാം സഞ്ചാരപാദത്തൻ മനസ്സിന്റെ മോഹമാ വിങ്ങലും വിരഹങ്ങളും വിങ്ങലും വിരഹങ്ങളും എൻ മനസ്സിന്റെ താളിലെ സ്വപ്നങ്ങളും പക്ഷി തന്നുംബരങ്ങൾ ഇതളത്തു വീണൊരാ നറുമുല്ല മുട്ടുപോ സുഖമാ തേങ്ങലിൻ താളവുമായി. ഒരിണതൻ കൂട്ടിനായി കാത്തിരിപ്പൂ. നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിക്കും. അതെ, ഞാനെന്നും തനിച്ചാണ്, എപ്പോഴും തനിച്ചാണ്. തനിയെ ജീവിക്കുന്നവർക്കായി സമർപ്പിക്കും.